ഹലോ ഫ്രണ്ട്സ്, കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമാണെങ്കിൽ പുതിയ ഫുഡ് ഡെലിവറി ആയിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും കാണത്തില്ലേ എന്ന്. കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുഖം മറിച്ചല്ലടാ പോകുന്നത്, ഞാൻ ആരെയും കാണാൻ അനുവദിക്കില്ല, അല്ലാതെ തന്നെ ഞാൻ പൊക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മീനു ആണെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സത്യൻ മാഷി വീണ്ടും വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് പോലെ കാണിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് പുറത്തുനിന്ന് പറയുന്നുണ്ട്, ആ പച്ച കളർ സാരിയിൽ ഗോൾഡൻ കളർ വർക്ക് ബോർഡർ വരുമ്പോൾ നല്ല ഭംഗിയാണ് നിന്നെ കാണാനായിട്ട്, ഇങ്ങനെയൊക്കെ പറയാം മീനുവിനെ നോക്കിയിട്ട്. എന്നിട്ട് മീനു നോക്കുമ്പോഴത്തേക്കും തിരിഞ്ഞ് മാറിക്കളയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനുവിനത് കാര്യം പിടികിട്ടി. കുറേ സമയം ശ്രദ്ധിച്ചിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മാഷിന് എന്താ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മാഷ് എന്തിനാ ഇവിടെ നിന്നും കൊണ്ട് സംസാരിക്കുന്നത്, എന്താ എനിക്ക് സംസാരിച്ചൂടെ? അല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ സംസാരിക്കുന്നു, ഒരുമാതിരി ആക്ഷേപിച്ച് കുത്തി കുത്തി പറയുന്നു, എന്നെ നോക്കി ഫോട്ടോ എടുക്കും പോലെ കാണിക്കുന്നു, എന്താ നിങ്ങൾ കാണിക്കുന്നത്? പിന്നെ എനിക്കിവിടെ നിന്നും ചെയ്തുവിടാന്നുണ്ടോ? നിങ്ങൾ വലിയ സൗന്ദര്യ റാണി എന്നാണ് വിചാരം നിങ്ങളുടെ ഫോട്ടോ എടുക്കാനായിട്ട്. ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, ഇതിനിടയ്ക്ക് അഹങ്കാരം തുടങ്ങിയോ എന്നിങ്ങനെ മീനോട് ചോദിക്കുമോ. മീന് പറയാൻ കേട്ടോ, എന്തൊക്കെയാണെങ്കിലും ഞാനിതെല്ലാം കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുക തന്നെയാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഈ സ്വഭാവം നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കും എന്നിങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമാണോ എന്നിങ്ങനെ ചോദിക്കുക. അങ്ങനെ മീന് പറയുന്നുണ്ട്, ഇത് ശരിയല്ല, ഞാനിത് കംപ്ലൈൻറ്റ് കൊടുക്കും HMനോട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വർണ്ണിക്ക ടീച്ചർ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമെന്ന്. അപ്പോൾ മീനു കാര്യം പറയുകയാണ്, ഇയാൾ കുറേ സമയമായി ടീച്ചറെ ഇവിടെ വന്ന് നിന്നിട്ട് മോശമായിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇയാളുടെ കുഴപ്പം, നമ്മളെല്ലാവരും കണ്ട് തളർന്ന് കിടക്കുവാണ്, എത്ര പറഞ്ഞാലും അയാൾ കേൾക്കത്തില്ല. പരാതി കൊടുത്തൂടെ ടീച്ചറെ? പരാതി കൊടുത്തു പലതവണ. ആദ്യം കുറച്ച് ദിവസമൊക്കെ ആ പരാതിയുമായിട്ട് സസ്പെൻഷനിലായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കയറിക്കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെയാണ് പണി. ഞാൻ അയാളോട് ഇതൊന്നും പറയാൻ പോകത്തില്ലേ, അതാ കുഴപ്പം. പറയണം ടീച്ചറെ, പ്രതികരിക്കണം, നമ്മൾ പ്രതികരിക്കാത്തത് തന്നെയാണ് കുഴപ്പം. പക്ഷേ എന്നോട് അയാളുടെ കളിയൊന്നും നടക്കത്തില്ല, നോക്കിക്കോ, ഞാനിത് ഉറപ്പായിട്ടും ഇത് വേണ്ട സമയത്ത് പ്രതികരിക്കുകയും ചെയ്യും. ഞാൻ എന്തൊക്കെ തന്നെയുള്ള അയാളുടെ സ്വഭാവം ഇനി പുറത്തെടുത്തുകൊണ്ട് വരട്ടെ, അപ്പോഴാണ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, സാരയില്ല, ഇനിയിപ്പോൾ ടീച്ചർ പോയി പഠിപ്പിക്കും, ഞാനും പോവാമെന്ന് പറഞ്ഞ് പോവാട്ടോ. ഇവിടെ കാഞ്ചന വീട്ടിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രഭാവതിക്ക് തീരെ സഹിക്കില്ല, നീ ഒന്ന് നിർത്തടി, കുറേ സമയം ആയല്ലോ പാടുന്നു. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ട്യൂഷൻ എന്നും പറഞ്ഞ് കുറേ പിള്ളേർ ഇങ്ങോട്ട് വരില്ലേ, അവരിതുപോലെ പാട്ടും പാടി ഇവിടെ ആട്ടം ആടി പഠിച്ച് സൗണ്ട് ഉണ്ടായിക്കൊണ്ട് നടക്കുമ്പോഴേ അമ്മയ്ക്കിപ്പോൾ എന്താ പറ്റും ഒന്ന് ആലോചിച്ച് നോക്ക്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സമയത്തിന് സീരിയലും കാണാൻ പറ്റത്തില്ല, അവരുടെ പഠിപ്പ് കാരണം. ഇങ്ങോട്ട് വരട്ടെ, ഒറ്റ എണ്ണത്തിന് ഇതിനകത്ത് കയറ്റത്തില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഒരു ടീച്ചർ കുട്ടി അമ്മയും കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരുവാണ് ട്യൂഷൻ എടുക്കാട്ടോ. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മീനു ടീച്ചറിൻ്റെ വീടല്ലേ എന്ന്. അയ്യോ, ഇത് മീനു ടീച്ചറിൻ്റെ വീടല്ല, ഇത് പ്രഭാവതിയുടെ വീടാണ്. അല്ല, ബോർഡ് വെച്ചിരുന്നല്ലോ ട്യൂഷൻ എടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെയോ? കൊള്ളാം, ഇവിടെ അങ്ങനെ ഒരു ട്യൂഷനും എടുക്കുന്നില്ല, മര്യാദയ്ക്ക് പോകുന്നുണ്ടോ എന്നും പറഞ്ഞാൽ ആട്ടി വിടുക കേട്ടോ. അവർ എന്താ ഇത് ഇവരിങ്ങനെയെന്നും പറഞ്ഞിട്ട് ആ കുട്ടിയെ വിളിച്ച് തിരിച്ച് പോവാണ്. അപ്പോൾ കാഞ്ചന പ്രഭാവതിക്ക് എരിയേറ്റി കൊടുക്കുകയാണ്. കണ്ടോ അമ്മേ, ഇത്രയും നാൾ പ്രഭാവതിയുടെ വീടെന്ന് അറിയപ്പെട്ടെ ഇപ്പം മീനു ടീച്ചറിൻ്റെ വീടായി. അവൾ 2 ദിവസം ആയതേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. അത് കേട്ട് പ്രഭാവതിക്ക് വല്ലാത്തൊരു സങ്കടം. അടുത്ത് വീണ്ടും കുട്ടികളായിട്ട് വരികയാണ്. അവരോട് എല്ലാവരും ഇവിടെ അങ്ങനെ ട്യൂഷനില്ല, ഇവിടെ കൊണ്ടുവരേണ്ട, മര്യാദയ്ക്ക് പുറത്തേക്ക് പൊക്കോന്നുണ്ട് ആട്ടി വിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വേറൊരാൾ ഒരു അച്ഛൻ വരുന്നുണ്ട്. അച്ഛനോടും എത്രയാണ് ഫീസ് എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് വന്നതെന്ന് പറയും. അത് ശരി, അപ്പോൾ ബോർഡാണ് പ്രശ്നം, ബോർഡിനെ ഇളക്കി ദൂരെ എറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിരട്ടി വിടുകയാണ് കേട്ടോ, വന്ന കുട്ടികളെ എല്ലാവരും. എന്നിട്ട് കാഞ്ചനയും പ്രഭയും കൂടെ നേരെ ചെന്ന് ആ ബോർഡിനെ എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളയുക കേട്ടോ. അങ്ങനെ കളയണ സമയത്താണ് നമ്മുടെ അർജുനും മീനും കൂടെ വരുന്നത്. 2 പേരും കൂടെ വന്ന് ചോദിക്കണം, എന്താ അമ്മേ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവിടെ ഒരു ട്യൂഷനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഞങ്ങളതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, അവരും അവരുടെ പണി നോക്കട്ടെ, അമ്മ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്. അപ്പോൾ ഉടനെ കാഞ്ചന പറയുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കേണ്ടടി, നീ വലിയ ടീച്ചറൊക്കെ നിൻ്റെ സ്കൂളിലായിക്കൊണ്ടാൽ മതി, പോയി വീട്ടുപണി ചെയ്യടി എന്നിങ്ങനെ പറയാട്ടോ. അവസാനം അർജുനോട് മീനും സങ്കടത്തോടെ, പിന്നെ എന്താ അർജുനെ ചെയ്യുക, നീ വിഷമിക്കാതെ, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞോണ്ട് നേരെ അങ്ങ് പോവാണ്, ബൈക്ക് കൊടുത്തുണ്ട്. ഈ സമയം അഞ്ജലി ആണെങ്കിൽ ആ സത്യം മാഷിനെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, മാഷിൻ്റെ പണി എന്താണെന്ന് എനിക്കറിയാം, ഓരോ പെമ്പിളരെ വളച്ചെടുത്ത് അവരെ ജീവൻ നശിപ്പിച്ച് അവസാനം ആത്മഹത്യയിലെ വക്കീലെത്തിക്കുക എന്നുള്ളതല്ലേ. അതുപോലെ നമുക്ക് ഇവളെയും ആത്മഹത്യയുടെ വക്കീലെത്തിക്കണം എന്ന് പറയാൻ കേട്ടോ. അഞ്ജലി ഒന്ന് സമാധാനപ്പെട്ട്, കുറച്ച് സമയമൊക്കെ വേണ്ടേ ഇതിന്, പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ. അവളെ ഒരു തെറ്റും ചെയ്യാത്ത അവൾ തെറ്റുകാരിയാക്കി സ്കൂളിൽ നിന്ന് അപമാനിതയായി പുറത്തു പോകും, അത് ഞാൻ കാണിച്ചു തരാം, അവളെ അവിടെ നിന്ന് പിരിച്ചു വിടണം എന്നൊക്കെ ഇങ്ങനെ അഞ്ജലി പറയട്ടോ. അങ്ങനെ അവർ 2 പേരും കൂടെ ഉറപ്പിച്ച് തീരുമാനിക്കണം മീനുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള രീതി.
അങ്ങനെ കാഞ്ചനയും പ്രഭാവതിയും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ബോർഡെല്ലാം എടുത്ത് കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് അകത്ത് ചെന്ന് ചപ്പാത്തിക്ക് മാവെല്ലാം പരത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറേ കുട്ടികളായിട്ട് വരുന്നുണ്ട് കേട്ടോ അർജുൻ. അങ്ങനെ അഖിലയ്ക്ക് ഭയങ്കര സന്തോഷമാവണം. അഖില സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു വരുന്ന കുട്ടികളെയൊക്കെ പഠിക്കാൻ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ മീനു ചോദിക്കുന്നത് ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? കൊള്ളാം, ഇത് എൻ്റെ നാടല്ലേ, ഞാൻ പറയാം എൻ്റെ പരിചയക്കാരല്ലേ, ഞാൻ പോയി പറഞ്ഞാൽ അവർ കുട്ടികളെ വിടാതിരിക്കും, ഞാൻ നേരിട്ട് കണ്ട് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാ, നീ ധൈര്യമായിട്ട് ഇനി പഠിപ്പിക്കാൻ തുടങ്ങിക്കോ എന്നിങ്ങനെ പറയണം. അവിടെ കാഞ്ചനയും പ്രഭയും കൂടെ ഭയങ്കര ചൂടുള്ള ചർച്ചയിലാണ്. ഇനിയിപ്പം അവർ വിഷമിച്ചിരിക്കണമായിരിക്കും പിള്ളേരെ കിട്ടാത്തതുകൊണ്ടല്ലേ എന്ന് പറയുമ്പം അർജുൻ കയറി വരുന്നുണ്ട് കേട്ടോ. അമ്മ വിഷമിക്കണ്ട, അവർക്കുള്ള കുട്ടികളെയൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എടാ അമ്മേ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഗൗതമനാണെങ്കിൽ ജോലിയില്ല, അവൻ കള്ളും കുടിച്ചിങ്ങനെ നടക്കണം. അഖിലയുടെ കാര്യം വലിയ കഷ്ടമാണ്. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കി അവരൊന്ന് രക്ഷപ്പെട്ടോട്ടെ, ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കില്ല അമ്മ. അവർ ട്യൂഷനൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചോട്ടെ. അഖില പഠിപ്പിക്കുകയും മീനു ഒന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു നല്ല വരുമാനമായിട്ട് മുന്നോട്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, ഉപകാരം ചെയ്തില്ലെങ്കിലും എന്നിങ്ങനെ അർജുൻ പറയാട്ടോ. പ്രഭാവതിയും കാഞ്ചനയും കൂടെ ചമ്മിയിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.